ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كل نفس ذائقة الموت ثم إلينا ترجعون صدق الله العلي العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പരിഗണിക്കുകയും പാലിക്കുകയും ചെയ്യണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഒന്നാമതായി വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാനിലൂടെ നാം നേടിയെടുത്ത ജീവിത വിശുദ്ധിയും സൽക്കർമ്മപരയും ആരാധനാനിഷ്ഠയുമൊക്കെ തുടർന്നും കാത്തുസൂക്ഷിക്കണമെന്നും ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സുഹൃതചാരികളായ നല്ലവരായ മുത്തഖികളായ അടിമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഖുത്ബ തയ്യാറാക്കുമ്പോൾ ഇതിന് നൽകാൻ ഞാൻ മനസ്സിൽ കണ്ട തലക്കെട്ട് മരണം വരുന്ന വഴി എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 100% സുനിശ്ചിതവും എന്നാൽ ഏറെ അനിശ്ചിതത്വം നിറഞ്ഞതുമായ ഒരു യാഥാർത്ഥ്യമാണ് മരണം. ജനിച്ചവരൊക്കെ മരിക്കണം എന്നത് ഒരു പ്രകൃതി നിയമമാണ്. മരിക്കാതിരിക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ജനിക്കാതിരിക്കുക എന്നതാണ് ആ വഴി. ജനനം രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ തന്നെ നമ്മളറിയാതെ നമ്മുടെ മരണവും രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിനോടൊപ്പം നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നില്ല എന്ന് മാത്രം. നമ്മൾ ജീവിക്കുകയാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ സഹോദരന്മാരെ നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ 44 കൊല്ലം ജീവിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? 44 കൊല്ലം എന്റെ ജീവിതത്തിൽ നിന്ന് മരിച്ചു കഴിഞ്ഞു എന്നാണല്ലോ അതിന്റെ അർത്ഥം. ഇനി എത്ര നിമിഷങ്ങളാണോ, ദിവസങ്ങളാണോ, മാസങ്ങളാണോ, വർഷങ്ങളാണോ അല്ലാഹു എന്റെ ജീവിതത്തിൽ ബാക്കി വെച്ചിരിക്കുന്നത്, അതിലേക്കെത്താനുള്ള എന്റെ ജീവിതയാത്രയിൽ നിന്ന് അത്രയും സമയം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നാണല്ലോ അത് പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാം ബൈഹഖി ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. വഹാദിഹി ദുനിയ മുർതഹിലത്തുൻ വാഹിബ വഹാദിഹിൽ ആഖിറ മുർതഹിലത്തുൻ ഖാദിമ. ഈ ദുനിയാവ് വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു, പരലോകം വളരെ വേഗത്തിൽ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. വലികുല്ലി വാഹിദത്തിൻ മിൻഹുമാ ബനൂൻ. ഇത് ഓരോ വണ്ടിയിലും, ഐഹിക ജീവിതമാകുന്ന യാത്രാവണ്ടിയിലും പരലോക ജീവിതമാകുന്ന യാത്രാവണ്ടിയിലും ആളുകളുണ്ട്. നിങ്ങൾ നിങ്ങൾ പരലോക വണ്ടിയുടെ ആളുകളായി മാറാൻ ശ്രമിക്കുക. ഐഹിക ജീവിതത്തിന്റെ പിന്നാലെ പായുന്ന, അതിൽ ടിക്കറ്റ് എടുക്കാൻ വ്യഗ്രത കാണിക്കുന്ന, അതിനുവേണ്ടി പരക്കം പായുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാതിരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതം പോലെ തന്നെ മരണവും യഥാർത്ഥത്തിൽ ഒരത്ഭുതമാണ്.
ജീവിതത്തിന്റെ രഹസ്യം കണ്ടെത്താൻ കഴിയാത്തതുപോലെ തന്നെ മരണത്തിന്റെ രഹസ്യവും മനുഷ്യന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, ഇനിയൊട്ട് സാധിക്കുകയുമില്ല. കാരണം അതിന്റെ സമ്പൂർണ്ണ നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. ഒരാൾ ഇന്ന സമയത്ത് ജനിക്കണമെന്നൊരു മനുഷ്യൻ തീരുമാനിച്ചാൽ അവനെ ജനിപ്പിക്കുക സാധ്യമല്ല. ഒരാൾ ഇന്ന സമയത്ത് മരിക്കണമെന്നൊരാൾ തീരുമാനിച്ചാൽ അവനെ മരിപ്പിക്കുവാനും അല്ലെങ്കിൽ അവന് മരിക്കുവാനും സാധ്യമേയല്ല. കാരണം തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അല്ലാഹുവിന്റെ കയ്യിലാണ് സമ്പൂർണ്ണ ആധിപത്യം, സമ്പൂർണ്ണ നിയന്ത്രണം. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. അല്ലാഹുവാണ് ജീവിതവും സൃഷ്ടിച്ചത്, മരണവും സൃഷ്ടിച്ചത്. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് നന്നായി പണിയെടുക്കുന്നത് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി. അപ്പോൾ ജീവിതം ഒരു പരീക്ഷണമാണ്, മരണവും ഒരു പരീക്ഷണമാണ്. ഈ രണ്ടറ്റത്തിനെയും ഇടയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് അല്ലാഹുവിന് അറിയണം. ജനനത്തിനും മരണത്തിനും ഇടയിൽ നിങ്ങൾ എന്ത് കർമ്മങ്ങളാണ് നിർവഹിക്കുന്നത് എന്ന് അല്ലാഹുവിന് അറിയണം. അതിനാണ് അല്ലാഹു ജനനവും മരണവും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് സൂറത്തുൽ മുൽക്ക് ഒന്നാമത്തെയും രണ്ടാമത്തെയും ആയത്തിൽ തന്നെ അല്ലാഹു നമ്മോട് വിശദമാക്കുകയുണ്ടായി. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പത്രത്തിന്റെ മിഡിൽ പേജിൽ ഒരു സ്റ്റോറി വരികയുണ്ടായി. ഡോക്ടർമാർ മരിച്ചു എന്ന് വിധിയെഴുതിയ ഒരു മനുഷ്യൻ പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരു കഥ. പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി ചുമതലപ്പെടുത്തപ്പെട്ട ആൾ ചുറ്റിക കൊണ്ട് തലയോട്ടിക്ക് ശക്തിയായി പ്രഹരിച്ചപ്പോൾ മരിച്ചു കിടത്തിയ പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്ന് അദ്ദേഹത്തിന്റെ കൈ വിരലുകൾ അനങ്ങുന്നു എന്ന് തോന്നിയപ്പോൾ ഉടൻ ഡോക്ടർമാരെ വിവരമറിയിക്കുകയും പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്ന് ICUവിലേക്ക് മാറ്റുകയും അങ്ങനെ ദിവസങ്ങളുടെ ചികിത്സ കൊണ്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ഇന്നും 71-ാം വയസ്സിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യന്റെ കഥ. ഇത് ഒരു മനുഷ്യന്റെ മാത്രം കഥയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപാട് ആളുകൾ മരിക്കുമെന്ന് നമ്മൾ ഉറപ്പിച്ചിട്ടും മരിക്കാതെയായിട്ടുണ്ട്. വേറെ ഒരുപാട് ആളുകൾ മരിക്കില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടും മരിച്ചുപോയവരായിട്ടുമുണ്ട്. നമ്മളിപ്പോൾ പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും എന്നതിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഈ ഭൂമുഖത്ത് നമ്മൾ ജീവിച്ചിരിക്കും എന്നതിനും യാതൊരു ഗ്യാരണ്ടിയുമില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയത്. വമാ തദ്രീ നഫ്സും മാദാ തക്സിബു ഗദാ. നാളെ ഓരോരുത്തരും എന്താണ് സമ്പാദിക്കുക എന്ന് ആർക്കും അറിയില്ല. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർദിൻ തമൂത്. ഏതൊരു നാട്ടിൽ വെച്ചാണ് ഒരാൾ മരണപ്പെടുക എന്നും ഒരാൾക്കും അറിയില്ല. ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഇതൊക്കെ ശരിയായും സൂക്ഷ്മമായും അറിയുന്നവൻ അല്ലാഹുവാണ്. ഏത് നാട്ടിൽ വെച്ച് എപ്പോൾ എങ്ങനെയാണ് നമ്മൾ മരണപ്പെടുക എന്ന് നമുക്കറിയില്ല. നല്ല രൂപത്തിൽ മരണപ്പെടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ, കിടന്നുറങ്ങുമ്പോൾ, ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും ആളുകൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ ഒരു സുഹൃത്ത്, ഞാനും അദ്ദേഹവും ഒരേ ക്ലാസ്സിൽ 7 കൊല്ലം പഠിച്ചതാണ്. അദ്ദേഹത്തിന്റെ മരണവാർത്ത അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. എന്റെ സതീർത്ഥ്യനായ ആ കൂട്ടുകാരൻ ബസ്സിൽ യാത്ര ചെയ്യേ ഇവിടെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ ബസ് വന്ന് നിർത്തി ആളുകളൊക്കെ ഇറങ്ങിപ്പോയിട്ടും ഇദ്ദേഹം ഇറങ്ങുന്നില്ല. ബസിന്റെ കണ്ടക്ടറോ ക്ലീനറോ എന്ന് വിളിച്ചിട്ടും ആൾ ഇറങ്ങാതെയായപ്പോഴാണ് ബസിന്റെ സീറ്റിൽ നിന്ന് മരിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്.
നമ്മൾ മരണത്തെ ഓർക്കുമ്പോൾ, മരണത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവരുടെ മരണമാണ് നമ്മൾ അറിയുന്നത്, പറയുന്നത്. പക്ഷേ അതിനോട് ചേർത്ത് നമ്മുടെ മരണവും ചേർത്ത് വായിക്കുമ്പോഴാണ് ഈ മരണം നമുക്കൊരു പാഠമായി മാറുന്നത്, ഈ മരണം നമുക്കൊരു ഓർമ്മയായി മാറുന്നത്. പലപ്പോഴും ആളുകൾ തിക്കി നിന്ന് ട്രെയിനിന് ടിക്കറ്റ് എടുക്കും. ഒരു പക്ഷേ മരണത്തിന്റെ ടിക്കറ്റായിരിക്കും ഇത്ര പ്രയാസപ്പെട്ട് ധൃതിയിൽ അദ്ദേഹം ക്യൂ നിന്ന് വാങ്ങിയെടുക്കുന്നത്. വളരെ വേഗത്തിൽ ഓടി വന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബസ്സിലേക്ക് ചാടിക്കയറുകയായിരിക്കും. ഒരു പക്ഷേ മരണത്തിന്റെ ബസ്സിലേക്കായിരിക്കും ഈ മനുഷ്യൻ ചാടിക്കയറുന്നത്. ഇല്ലെങ്കിൽ യാത്ര പോകാൻ തീരുമാനിച്ചിട്ടില്ലാത്ത ഒരാൾ നടന്നുപോയിക്കൊണ്ടിരിക്കെ സുഹൃത്ത് കാറുമായി വരുന്നു, വരൂ നമുക്കൊരു യാത്ര പോകാമെന്ന് പറയുമ്പോൾ വളരെ അപ്രതീക്ഷിതമായി ആ കാറിൽ കയറുകയും ആ യാത്ര മരണത്തിലേക്കുള്ള യാത്രയായി മാറുകയും ആ വണ്ടി മരണവണ്ടിയായി മാറുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വീട് വെക്കുക എന്നത് ഓരോരുത്തരുടെയും സ്വപ്നമാണ്. അതിനുവേണ്ടി കാശ് ഒരു കൂട്ടി വെച്ച് അതുപയോഗിച്ചുകൊണ്ട് വീട് പണിത് വീട് പണി തീരുന്നതിന് മുമ്പേ ഇഹലോകം വിട്ടുപോയ എത്രയോ ആളുകളുണ്ട്. വീട് പണി പൂർത്തിയായി വീട്ടിലേക്ക് കുടിയിരുന്ന് വീട്ടിൽ താമസിച്ചതിന്റെ പിറ്റേന്ന് മരണപ്പെട്ടവരുണ്ട്. മിനിഞ്ഞാന്ന് മരണപ്പെട്ട കുടുംബത്തിലെ ആളുകൾ തൊട്ടുടനെ വീട്ടിലേക്ക് താമസം മാറ്റിയവരായിരുന്നു, മറ്റൊരു വീട് കാണാൻ പോയവരായിരുന്നു. കവി പാടിയില്ലേ, തസവ്വദ് മിനദ് ദുനിയാ ഫഇന്നക ലാ തദ്രി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. തഖ്വ എപ്പോഴും കയ്യിൽ കരുതി വെക്കുക. പരിശുദ്ധ ഖുർആൻ ഹജ്ജിന്റെ കാര്യം പറഞ്ഞിടത്ത് സത്യവിശ്വാസികളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വതസവ്വദു فإن خير الزاد التقوى واتقوني يا أولي الألباب. സൂറത്തുൽ ഹജ്ജ് 197-ാമത്തെ ആയത്. നിങ്ങൾ യാത്രക്കുള്ള എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കി റെഡിയാക്കി വെക്കുക, പെട്ടികെട്ടി ശരിയാക്കി വെക്കുക. ഏതു സമയവും യാത്ര പോകാൻ വതസവ്വദു, യാത്രക്കുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തി വെക്കുക. എന്നാൽ യാത്രയുടെ മുന്നൊരുക്കങ്ങളിൽ യാത്രയ്ക്ക് അനിവാര്യമായി വേണ്ട പാസ്പോർട്ട് എടുക്കാൻ മറക്കരുതേ. സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ തഖ്വയാകുന്ന പാസ്പോർട്ട് നിങ്ങളുടെ കൈവശം ഉണ്ടായേ മതിയാകൂ. ആ തഖ്വയാകുന്ന പാസ്പോർട്ട് ഇല്ലാതെ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് കടക്കുക സാധ്യമല്ല. അതുകൊണ്ട് യാത്രക്കുള്ള എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെക്കുമ്പോൾ തഖ്വ ആ യാത്രാ ഭാണ്ഡത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാത്രാ രേഖ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് നിങ്ങൾ യാത്രയ്ക്ക് വേണ്ടി തയ്യാറാക്കേണ്ട പാഥേയം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതാണ് കവിയും ഓർമ്മപ്പെടുത്തുന്നത്. ഫകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലത്തിൻ വകം മിൻ സഖീമിൻ ആശ ഹീനൻ മിൻ അദ്ദഹരി. എത്രയെത്ര അരോഗ ദൃഢഗാത്രരായ മനുഷ്യരാണ് പൊടുന്നനെ നമ്മിൽ നിന്ന് മാഞ്ഞുപോയത്. എത്രയെത്ര രോഗികളാണ് ഇന്ന് മരിക്കും നാളെ മരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നിട്ടും വർഷങ്ങളായി മരിക്കാതെ പിന്നെയതാ നമ്മുടെ മുമ്പിലൂടെ എഴുന്നേറ്റ് നടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. വകം മിൻ സിഗാരിൻ യുർതജാ തൂല ഉംരിഹിം വഖദ് ഉദ്ഖിലത് അജ്സാറുഹും ഉൽമത്തൽ ഖബരി. കുട്ടികൾ ഇങ്ങനെ നമ്മുടെ മുമ്പിലൂടെ ഓടിക്കളിക്കുമ്പോൾ എന്തൊരു പ്രതീക്ഷയാണ് അവരെ കുറിച്ച്, അവരുടെ ഭാവിയെക്കുറിച്ച് എന്തൊരു സ്വപ്നങ്ങളാണ് നാം നെയ്തെടുത്തത്. എന്നാൽ അവരുടെ ശരീരമിത കബറിൽ വെക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും റെഡിയായി കഴിഞ്ഞു. വകം മിൻ ഉറൂസിൻ ദയ്യനൂഹാ ലിസൗജിഹാ
വഖദ് നുസിജത് അക്ഫാനുഹാ വഹിയ ലാ തദ്രി. എത്രയെത്ര മണവാളന്മാർ, എത്രയെത്ര മണവാട്ടിമാർ മണിയറയൊക്കെ ഒരുക്കി, എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കി, മണിയറയിലേക്ക് വരാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി സ്വപ്നം കണ്ടങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ അവൻ അറിയാതെ, അവൾ അറിയാതെ അവർക്കുള്ള കഫൻ പുടവ അപ്പുറത്തെ ടൈലർ ഷോപ്പിൽ തുണി നെയ്ത്തുശാലയിൽ നെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നവരറിയുന്നില്ല. فكم من فتى أمضى وأصبح ضاحكا وقد نسجت أكفانه وهو لا يدري. എത്രയെത്ര ചെറുപ്പക്കാരാണ് ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് മതിച്ച് നടക്കുകയാണ്, ചെറുപ്പം അങ്ങനെ ആസ്വദിച്ച് തീർക്കുകയാണ്. പക്ഷേ അവരുടെയും മരണത്തിന്റെ പുടവ അപ്പുറത്ത് തയ്യാറായിട്ടുണ്ട് എന്നവരറിയുന്നില്ല. ഇതാണ് മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം. ഒരു മരണവും അകാലമല്ല. കുട്ടികൾ മരിക്കുമ്പോ, ചെറുപ്പക്കാർ മരിക്കുമ്പോ സാധാരണ പറയാറുണ്ട് അകാല ചരമം എന്ന്. അങ്ങനെ അകാല ചരമമില്ല. കാലമെത്താതെ ഒരാളും മരിക്കുന്നില്ല. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാലമെത്തുമ്പോൾ, നിശ്ചയിച്ച സമയമെത്തുമ്പോൾ, നിശ്ചയിച്ച സ്ഥലമെത്തുമ്പോൾ അവിടെ അവനെത്തും. ആ സമയത്ത് അവിടെ അവൻ ഓടിയെത്തും, അവിടെ വെച്ച് മരണപ്പെടും എന്നത് അല്ലാഹുവിന്റെ നിശ്ചയമാണ്. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. സൂറത്തുൽ വാഖിഅ 60-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, നമ്മൾ മരണമൊക്കെ കൃത്യമായി, കൃത്യമായി, നിഷ്കൃഷ്ടമായി നിർണയിച്ചു വെച്ചിട്ടുണ്ട്. അതൊരിക്കലും തെറ്റുകയില്ല. ഒരു മിനിറ്റ് ഇങ്ങോട്ടോ ഒരു മിനിറ്റ് അങ്ങോട്ടോ മാറ്റുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞിട്ടുണ്ട്. സഹോദരന്മാരെ, മരണം എന്ന് പറയുന്നത് നമുക്ക് ദുഃഖമുണ്ടാക്കുന്ന കാര്യമാണ്. വിശേഷിച്ചും നമ്മുടെ അടുത്തവർ, നമ്മുടെ ബന്ധുക്കളൊക്കെ മരണപ്പെടുമ്പോൾ നമ്മൾ ദുഃഖിക്കും. എന്നാൽ മരണം എന്നത് ഒരു അനുഗ്രഹം കൂടിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. മരിച്ചാൽ ദുഃഖമുണ്ടാകുമെങ്കിലും മരിച്ചിട്ടില്ലെങ്കിൽ അതിനേക്കാളേറെ ദുഃഖമുണ്ടാകും എന്നതാണ് യാഥാർത്ഥ്യം. ഇത് അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ച ഒരു സത്യമാണ്. അതുകൊണ്ട് മരണത്തെ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി അഭിമുഖീകരിക്കുകയാണ് വേണ്ടത്. ചില ആളുകൾ മരണത്തെ യാഥാർത്ഥ്യ ബോധമില്ലാതെ അഭിമുഖീകരിക്കുകയും അതുകൊണ്ട് മരണത്തിന്റെ കാര്യത്തിൽ അമിതമായ ദുഃഖപ്രകടനം നടത്തിയിട്ട് വീണ്ടും അയാളും മരണത്തിലേക്ക് ചെന്നെത്തുകയും ഒക്കെ ചെയ്യുന്ന പ്രകൃതമുണ്ട്. എന്നാൽ മരണം പ്രകൃതിയുടെ ഒരു നിയമമാണ്, അല്ലാഹു നിശ്ചയിച്ച ഒരു നിയമമാണ് എന്ന് മനസ്സിലാക്കുകയും അതേത് സമയത്തും എങ്ങനെയും സംഭവിക്കാമെന്ന് ധാരണയുണ്ടായിരിക്കുകയും ചെയ്യുക എന്നതാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ട കാര്യം. കാലമില്ലാത്ത കാലം എന്ന് കുഞ്ചൻ നമ്പ്യാരുടെ പരിഹാസ സ്വരത്തിലുള്ള ഒരു കവിതയിൽ മനുഷ്യൻ മരിക്കാതിരുന്നാൽ എങ്ങനെയായിരിക്കും എന്നാണ് അദ്ദേഹം ഭാവനയിൽ കാണുന്നത്. മുത്തച്ഛൻ മുതുക്കന്റെ മുത്തച്ഛൻ ഇരിക്കുന്നു, 500 വയസ്സുള്ള ഒരു അപ്പൂപ്പന്മാരും ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു, അപ്പൂപ്പൻ അവർക്കുണ്ട് എന്ന് അദ്ദേഹം കവിതയിൽ പറയുന്നു. അദ്ദേഹത്തിന്റെ കവിത പക്ഷേ പരിഹാസമാണെങ്കിലും അതിന്റെ അവസാനത്തിൽ അദ്ദേഹം എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ലോകത്ത് അധർമ്മമൊക്കെ വലുതാവുകയും തമ്മാടിത്തവും വൃത്തികേടുമൊക്കെ ഇങ്ങനെ കൂടുകയും ചെയ്യുന്നതൊക്കെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ചത്തുപോമെന്നൊരു ഭീതി ദുർജനങ്ങൾക്കില്ലയെന്നാൽ ഇത്തരം കാട്ടുവാൻ ആരും മടിക്കില്ലെന്നറിഞ്ഞാലും മരിച്ചുപോകും എന്നൊരു ഓർമ്മ, മരിച്ചുപോകും എന്നൊരു ധാരണ മനുഷ്യനില്ലെങ്കിൽ പിന്നെ അവനിവിടെ ചെയ്യാത്ത അധർമ്മങ്ങൾ ഉണ്ടാവില്ല, പിന്നെ അവനിവിടെ ചെയ്യാത്ത ദുരിതങ്ങൾ, അവനിവിടെ വിതക്കാത്ത ദുരിതങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ട് മരിച്ചുപോകും എന്ന ഒരു ധാരണ മനുഷ്യനുണ്ടെങ്കിൽ അവൻ കൂടുതൽ നന്നായി ജീവിക്കാൻ ശ്രമിക്കും എന്നാണ് അദ്ദേഹം കവിതയുടെ അവസാനത്തിൽ പറയുന്നത്. ഇത് ശരിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമല്ല, യഥാർത്ഥത്തിൽ മനുഷ്യനെ നന്നാക്കുന്നത് മരണത്തിനപ്പുറം മരിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മുമ്പിൽ വിചാരണയ്ക്ക് വിധേയനാകേണ്ടി വരും എന്ന ബോധമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ നന്നാക്കുന്നത് എന്ന തിരിച്ചറിവാണ്. വബിൽ ആഖിറതി ഹും യുഖിനൂൻ, പരലോകത്തിൽ അവർ ഉറച്ചു വിശ്വസിക്കുന്നവരാണ് എന്ന് അല്ലാഹു സത്യവിശ്വാസികളെ കുറിച്ച് ഓർമ്മപ്പെടുത്താൻ കാരണം.
അങ്ങാടിയിൽ വെച്ച് ഒരു ഭൃത്യൻ മരണത്തിന്റെ മാലാഖയെ കണ്ട് യജമാനനോട് വന്ന ഒരു കഥ പല പുസ്തകങ്ങളിലും പല രൂപത്തിൽ വരാറുണ്ട്. യജമാനനോട് ഭൃത്യൻ വന്ന് പറഞ്ഞു, അങ്ങാടിയിൽ വെച്ച് ഒരാൾ എന്നെ കണ്ണും കൈയും കാട്ടി പേടിപ്പിച്ചു, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഡമസ്കസിലേക്ക് പോയി, ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. ഉടനെ യജമാനൻ ഇദ്ദേഹത്തെ ആളയച്ചു വരുത്തി, എന്തിനാണ് എന്റെ വേലക്കാരനെ പേടിപ്പിച്ചത്? അപ്പോൾ ഇദ്ദേഹം പറയുന്നു, ഞാൻ മരണത്തിന്റെ മാലാഖയാണ്, എനിക്ക് 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തെ ഡമസ്കസിൽ വെച്ച് പിടിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇയാളെന്താണ് ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് എന്നാണ് ഞാൻ ആലോചിച്ചത്, അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ തുറിച്ചു നോക്കിയത് എന്ന് പറയുകയുണ്ടായി. നമ്മൾ ശ്രീലങ്കയിൽ കൊളംബോയിൽ വെച്ച് മരിക്കാനാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങോട്ട് ടിക്കറ്റ് എടുത്തു പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. എവിടെയാണോ നമ്മുടെ മരണം അള്ളാഹു വിധിച്ചിട്ടുള്ളതെങ്കിൽ അവിടെ എത്തും. ഇപ്പോൾ കഴിഞ്ഞ വർഷം, ഈ വർഷത്തിന്റെ തുടക്കത്തിൽ, പുതുവർഷത്തിൽ ഒരു സംഗീത പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി കുവൈറ്റിലെത്തിയ, ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്നെത്തിയ ഒരു ഗായിക വിമാനത്തിൽ നിന്നിറങ്ങി വാഹനത്തിൽ കയറി ഹോട്ടലിലേക്ക് പോകുന്നതിനിടയ്ക്ക് വാഹനമിടിച്ച് മരണപ്പെടുകയുണ്ടായി. എന്താണ് അതിനർത്ഥം? മരിക്കാൻ കുവൈറ്റിലേക്ക് ടിക്കറ്റ് എടുത്തു വന്നു എന്നതാണ് അതിനർത്ഥം. വേറെ ഒരർത്ഥവുമില്ല. അവിടെ വെച്ച് മരിക്കണമെന്ന് അള്ളാഹു വിധിച്ചു. അപ്പൊ നമ്മുടെ മരണം എവിടെയാണ് അള്ളാഹു വിധിച്ചിട്ടുള്ളത് എങ്കിൽ അവിടെ എത്തും. അങ്ങനെയെങ്കിൽ നമ്മൾ എന്താണ് മരണത്തിനോട് സ്വീകരിക്കേണ്ട സമീപനം? മരണത്തോട് നമ്മൾ എന്തൊരു സമീപനമാണ് സ്വീകരിക്കേണ്ടത്? മരണത്തെ പേടിച്ചോടണോ? മരണത്തെ പേടിച്ചോടിയിട്ട് കാര്യമില്ല, മരണം നമ്മെ ഓടിച്ചിട്ട് പിടിക്കും. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഖുൽ, പ്രഖ്യാപിക്കുക, ലൻ യൻഫഅകുമുൽ ഫിറാറു ഇൻ ഫറർതും മിനൽ മൗത്ത് അവിൽ ഖത്ൽ. കൊല്ലപ്പെടുന്നത് പേടിച്ച്, മരണത്തെ പേടിച്ച് നിങ്ങൾ ഓടിയിട്ട് ആ ഓട്ടം നിങ്ങൾക്ക് ഒരു ഉപകാരവും ചെയ്യുകയില്ല. സൂറത്തുൽ അഹ്സാബ് 16-ാമത്തെ ആയത്ത്. സൂറത്തുൽ ജുമുഅ 8-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഈ പേടിച്ചോടിക്കൊണ്ടിരിക്കുന്ന മരണമുണ്ടല്ലോ, അത് നിങ്ങളെ പിടികൂടി പിന്നാലെ കൂടി പിടികൂടുക തന്നെ ചെയ്യും. മരണത്തെ നമുക്ക് പേടിയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ കൂടെ മറ്റൊരു കട്ടിലിൽ ഒരു രാത്രി കിടന്നുറങ്ങണമെന്ന് പറഞ്ഞാൽ നമ്മൾ കിടന്നുറങ്ങും. അങ്ങനെ എത്രയോ സ്ഥലത്ത് നമ്മൾ കിടന്നുറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഒരു മയ്യത്തിന്റെ കൂടെ മറ്റൊരു കട്ടിലിൽ ആ റൂമിൽ രാത്രി കിടക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാണ്. യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ കൂടെ കിടക്കാനാണ് പേടിക്കേണ്ടത്. അയാൾക്ക് രാത്രി എന്തെങ്കിലും സംഭവിച്ച് അയാൾ എഴുന്നേറ്റ് വെട്ടുകത്തിയെടുത്ത് എന്നെ വെട്ടുകയോ കൊല്ലുകയോ ചവിട്ടുകയോ ഒക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. മരിച്ചു കിടക്കുന്ന മയ്യത്ത് ഇതൊന്നും ചെയ്യില്ല, ഗ്യാരണ്ടിയാണ്. പക്ഷെ ആ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ തൊട്ടടുത്ത കട്ടിലിൽ കിടക്കാൻ സാധാരണ മനുഷ്യർക്ക് പേടിയാണ്. എന്താ കാരണം? മരണത്തെ നമുക്ക് പേടിയാണ്. പക്ഷെ ഇങ്ങനെ പേടിച്ചിട്ട് കാര്യമില്ല, പേടിച്ചോടിയത് കൊണ്ടും കാര്യമില്ല. അള്ളാഹു പറയുന്നു, അതുകൊണ്ട് ഒരു ഉപകാരവുമില്ല. എത്ര പേടിച്ചാലും മരിക്കും. പേടിച്ചാൽ മരിക്കുമെങ്കിൽ പിന്നെ പേടിക്കാതെ മരിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ട് മരണത്തെ പേടിച്ചോടേണ്ടതില്ല. ഏത് കോട്ടയിൽ പോയി ഒളിച്ചാലും, എത്ര വലിയ സെക്യൂരിറ്റി നിങ്ങൾ ഏർപ്പെടുത്തിയാലും, എത്ര വലിയ കരിമ്പൂച്ചകളും സുരക്ഷാ ഗാർഡും നിങ്ങൾക്കുണ്ടെങ്കിലും, മരണം എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ സുരക്ഷാ ഗാർഡ് തന്നെ നിങ്ങളെ വെടിവെച്ച് കൊല്ലും. ഐനമാ തകൂനൂ യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. സൂറത്തുൻ നിസാ 78-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞാൽ, ഏത് കോട്ട കൊട്ടാരങ്ങൾ കെട്ടിയാലും, ഏത് വലിയ ബുർജുണ്ടാക്കിയാലും, അതിന്റെ എത്രാമത്തെ നിലയിൽ പോയി ഒളിച്ചിരുന്നാലും നിങ്ങളെ മരണം പിടികൂടുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നു. പിന്നെ രക്ഷയില്ല. മരണത്തിന്റെ മാലാഖ വന്നാൽ പിന്നെ രക്ഷയില്ല, പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് അതിനു മുമ്പേ, മരണം എത്തുന്നതിന് മുമ്പേ എല്ലാം റെഡിയായിരിക്കുക. ഏത് വാഹനത്തിൽ മരിച്ചാലും, ഏത് സ്ഥലത്ത് വെച്ച് മരിച്ചാലും, ഏത് സന്ദർഭത്തിൽ മരിച്ചാലും എനിക്ക് പ്രശ്നമില്ല. കാരണം എന്റെ റെക്കോർഡുകളൊക്കെ വളരെ ക്ലീനാണ്. എന്റെ യാത്രാരേഖയിലൊക്കെ എല്ലാവിധ രേഖകളും തയ്യാറാക്കിയിട്ടുണ്ട്.
അതുകൊണ്ട് എനിക്ക് പോകാൻ ഒരു തടസ്സവുമില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ എങ്ങനെ എവിടെ വെച്ച് എപ്പോൾ മരിച്ചാലും ഒരു പ്രശ്നവുമില്ല. അല്ലാത്ത ആളുകൾ വല്ലാതെ ഖേദിക്കേണ്ടി വരും. സൂറത്തുൽ മുനാഫിഖൂൻ മരണം വന്നെത്തുമ്പോൾ ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്. പടച്ചവനോട് അപ്പൊ പിന്നെ ഒരു കെഞ്ചലാണ്, ഒരു 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 അപേക്ഷയാണ്, ഒരു വിലാപമാണ്. പടച്ചവനെ കുറച്ചു നേരം റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, കുറച്ചു നേരം കിട്ടിയാൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഞാൻ നല്ലവനായി വരാം, ഞാൻ സദഖ ധാരാളം ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്തു കുറച്ച് മണിക്കൂർ എനിക്ക് തന്നാ മതി എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് കെഞ്ചും. പക്ഷേ സമയമെത്തിയാൽ പിന്നെ അവൻ എത്ര വിലപിച്ചിട്ടും കാര്യമില്ല, അവൻ എത്ര കെഞ്ചിയിട്ടും കാര്യമില്ല. അള്ളാഹു ഒരു നിമിഷം പോലും മാറ്റിവെക്കില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. സൂറത്തുൽ മുഅ്മിനൂൻ 99-100 ആയത്തുകളിൽ അള്ളാഹു നമ്മെ ഇക്കാര്യം വീണ്ടും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഖാല റബ്ബി ഇർജിഊൻ, പടച്ചവനെ കുറച്ചു നേരം കൂടി എനിക്ക് തരുമോ എന്നവൻ വിലപിക്കും, കേണപേക്ഷിക്കും. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പ്ലാനിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിന്റെ അടുത്തെത്തുമ്പോൾ പിശാച് വന്നു ഇപ്പൊ ചെയ്യണ്ട, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാക്കാം, അല്ലെങ്കിൽ അടുത്ത കൊല്ലമാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഞാൻ ചെയ്യാതെ പോയി, വിട്ടുപോയി, എനിക്ക് മിസ്സായി പോയി. ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്തു, അങ്ങനെ ഞാൻ വിട്ടേച്ചു പോയ എല്ലാ സൽക്കർമ്മങ്ങളും ഒരൊറ്റ ദിവസം കൊണ്ട് തീർത്തിട്ട് തിരിച്ചു വരാം തമ്പുരാനെ എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ വിലപിക്കും. അതൊരു വെറും വർത്തമാനം മാത്രം. അവനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവനങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വെറും വർത്തമാനം എന്നല്ലാതെ അത് എവിടെയും പ്രതിഫലിക്കുകയില്ല, യാതൊരു ഉപകാരവും അതുകൊണ്ട് ഉണ്ടാവുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സമയമാകുന്നതിന് മുമ്പേ, നമ്മുടെ സമയം എത്തുന്നതിന് മുമ്പേ ചെലവഴിക്കാനുള്ളത് ചെലവഴിക്കുക, ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുക. ഖലീൽ ഇബ്രാഹിം വിഖ്യാതനായ വിശ്വസാഹിത്യകാരനും അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു കഥയുണ്ട്, അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹം ആ കഥയിൽ മരണത്തിന്റെ മാലാഖ രണ്ടാളുകളുടെ അടുത്ത് വരുന്ന കാര്യമാണ് പറയുന്നത്. മരണത്തിന്റെ മാലാഖ ധനികനായ ഒരാളുടെ കൊട്ടാരത്തിലേക്ക് കയറി വരുന്നു. എന്നിട്ട് ഈ ധനികൻ കിടന്നുറങ്ങുന്ന ബെഡ്റൂമിലെത്തുന്നു. എന്നിട്ട് കിടന്നുറങ്ങുന്ന ധനികനെ വിളിച്ചുണർത്തുന്ന ധനികൻ ഉടൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നീ എന്റെ ബെഡ്റൂമിലെത്തിയത്? ആരാണ് നിന്നെ കടത്തിവിട്ടത്? എനിക്ക് ഗേറ്റിൽ കാവൽക്കാരുണ്ട്, അതിന് പുറമെ വാതിലിൽ കാവൽക്കാരുണ്ട്, അതിന് പുറമെ എല്ലാം പരിശോധിച്ച് ഇവിടെ എത്തിക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും, നീ എങ്ങനെ എന്റെ ബെഡ്റൂമിലെത്തി എന്ന് ചോദിച്ച് ഇയാളോട് കയർക്കുകയും ഷൗട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഈ വന്നാൾ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നു, എനിക്കൊരു കാവൽക്കാരും പ്രശ്നമല്ല, ഞാൻ മരണത്തിന്റെ മാലാഖയാണ്, നിങ്ങളെ കൊണ്ടുപോകാൻ വന്നതാണ്. ഇതോടുകൂടി ഇദ്ദേഹത്തിന്റെ ടോണിൽ മാറ്റം വന്നു, സ്വരത്തിൽ മാറ്റം വന്നു. പിന്നീട് പല അഭ്യർത്ഥനകളും നടത്തി നോക്കി. പിന്നീട് നിങ്ങൾ മരണത്തിന്റെ മാലാഖയാണെങ്കിൽ എന്നെ കൊണ്ടുപോകുന്നതിന് പകരം താഴെയുള്ള എന്റെ വേലക്കാരെ ആരെങ്കിലും കൊണ്ടുപോയിക്കോളൂ. അത് പറ്റില്ല എന്നാണെങ്കിൽ എന്റെ ഭാര്യമാരിൽ ആരെങ്കിലും കൊണ്ടുപോയിക്കോളൂ. ഇനി അതും പറ്റില്ലെങ്കിൽ ഇതിന്റെ തൊട്ട് താഴെ AC റൂമിൽ എന്റെ മകൻ കിടന്നുറങ്ങുന്നുണ്ട്, അവനെ കൊണ്ടുപോയിക്കോളൂ, എന്നാലും എന്നെ കൊണ്ടുപോകരുതേ എന്ന് പലതരത്തിലുള്ള അടവുകളും പ്രലോഭനങ്ങളും ഒക്കെ വെച്ച് നോക്കുന്നുണ്ട്. അവസാനം എത്ര തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും ഈ മരണത്തിന്റെ മാലാഖ പണക്കാരനെ കൊണ്ടുപോകുന്ന കാഴ്ച. ഇതേ മാലാഖ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വലിയ സ്വീകരണം, വലിയ സന്തോഷം. എന്നിട്ട് ചോദിക്കുന്നു, എത്ര കാലമായി കാത്തിരിക്കുന്നു, എവിടെയായിരുന്നു താങ്കൾ?
പോകാൻ റെഡിയായി ഞാനിവിടെ കാത്തിരിക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ടവൻ മരണത്തിന്റെ മാലാഖയെ സ്വീകരിക്കുന്ന ചിത്രവും ഖലീൽ ജിബ്രാൻ വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, പോവാൻ തയ്യാറായിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഇമാമുമാരായ തിർമിദിയും ഇബ്നു മാജയും നസായിയും ഒക്കെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. അക്തിറു ദിക്റ ഹാദിഹിൽ ലദ്ദാത്ത്. എല്ലാ രസങ്ങളും എല്ലാ അടിച്ചുപൊടിയും എല്ലാ സന്തോഷങ്ങളും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾക്ക് ഓർമ്മ വേണം കേട്ടോ, മറക്കാതിരിക്കുക, ഓർമ്മയുണ്ടാവണം കേട്ടോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇമാം ഷാഫിഈ പാടിയതായിട്ട് വന്ന ഒരു കവിതയുണ്ട്. വലദത്ക ഉമ്മുക യബ്ന ആദം വാക്കിയ. ഏ മനുഷ്യ, നിന്നെ നിന്റെ ഉമ്മ പ്രസവിച്ചപ്പോൾ നീ കരഞ്ഞുകൊണ്ടായിരുന്നു. വന്നാസു ഹൗലക യുദഹഖൂന സുറൂറ. ചുറ്റുമുള്ള മനുഷ്യരൊക്കെ നിന്റെ കരച്ചിൽ കണ്ടപ്പോൾ സന്തോഷിക്കുകയായിരുന്നു. എന്നാൽ മനുഷ്യ, ഫഅമൽ ലിനഫ്സിക അൻ തകൂന ഇദാ ബകൗ. അവരെല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കെ നിനക്ക് സന്തോഷത്തോടു കൂടി ഇഹലോകം വിടണമെങ്കിൽ അതിനു വേണ്ട മുന്നൊരുക്കങ്ങൾ നീ തന്നെ നടത്തണം. കരഞ്ഞുകൊണ്ട് നീ ജനിച്ചപ്പോ മറ്റുള്ളവരൊക്കെ സന്തോഷിക്കുകയായിരുന്നു. മറ്റുള്ളവരൊക്കെ ദുഃഖിച്ചുകൊണ്ടിരിക്കെ നിനക്ക് സന്തോഷത്തോടു കൂടി ഇഹലോകത്ത് നിന്ന് യാത്ര പറയണമെങ്കിൽ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ തയ്യാറാക്കുക എന്നാണ് ആ കവിതയിലൂടെ ഇമാം ഷാഫിഈ പറഞ്ഞത്. ജീവിതത്തെ സന്തോഷത്തോടുകൂടി നേരിടുവാനും മരണത്തെ സന്തോഷത്തോടുകൂടി നേരിടുവാനും കഴിയുന്ന അപൂർവ സൗഭാഗ്യം ലഭിക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.